ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ സിങ്കോണിയം നന്നായി ബുഷിയായി വളർന്നിട്ടുണ്ട്. ഇത് നടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും നന്നായി ഇതിങ്ങനെ വളർന്ന് നല്ലൊരു രീതിയിൽ ചട്ടി തിങ്ങി നിറഞ്ഞുണ്ടാകുമെന്ന്. മനോഹരമായ ഇലകളല്ലേ, എത്ര മനോഹരമായ ഇലകളാണ് കാണാൻ, എന്ത് നല്ല ഭംഗിയാണ്. നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ചെടികൾ നട്ട് നമ്മൾ സമയം കളയുന്നതെന്ന്. പക്ഷെ നമുക്കത് എന്തോ ഒരു എന്താ കാണാൻ നല്ല ഭംഗി, കാണുമ്പോൾ പിന്നെയും പിന്നെയും നടാൻ തോന്നിയത്. അരേലി ചെടികളാണെങ്കിലും ഈ മറ്റേ സിങ്കോണിയമാണെങ്കിലും എന്ത് ഭംഗിയാണല്ലേ. നമ്മൾ വെറുതെ വെള്ളമൊഴിച്ച് അങ്ങനെ നമുക്ക് തോന്നും നമ്മൾ വെറുതെ അതിനു വേണ്ടി സമയം കളയുകയാണ്. പക്ഷെ നമുക്കത് ഉപേക്ഷിക്കാൻ അത് നടാതിരിക്കാൻ നമുക്കാവില്ല. അപ്പം ചെറിയ ചെറിയ കവറുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ചീരകളെല്ലാം ഒറ്റയായി നട്ട് കൊടുത്തെങ്കിൽ നല്ല വലുതായി കിട്ടും. അപ്പോൾ ഒന്നാകെയുള്ള ആ ചട്ടിയിൽ നിന്ന് ഗ്രോ ബാഗിൽ നിന്ന് ഞാൻ ഇതിൽ ഓരോരോ തൈയായി നട്ടതാണ്. അപ്പോൾ നമുക്കിതിന് ആയി പ്രത്യേകം വളവും അങ്ങനെയൊന്നും ചേർക്കേണ്ടിയില്ല. നല്ല വളക്കൂറുള്ള മണ്ണ് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ കവറുകൾ നിറച്ച് നമുക്ക് ഇങ്ങനെ നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായി വളരുകയും പെട്ടെന്ന് നമുക്ക് ഒരു കറിക്കുള്ള ഒരു 4 ചീര, 1-2 ചീര ഉണ്ടെങ്കിൽ ചെറിയൊരു കുടുംബത്തിനുള്ള ഒരു കറിക്കുള്ളതായി. അപ്പോൾ നമുക്ക് വലിയ വലിയ കൃഷി ചെയ്യാത്തവർക്കും ഈ ചീര കൃഷി ചെയ്യാൻ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കൃഷിയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ചീര നന്നായി വളരുകയും ഇതാകുകയും ചെയ്യും.